ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നാട്ടിലൊക്കെ നല്ല മഴയാണ്, എല്ലാവർക്കും അറിയാം. എല്ലാ ജില്ലകളിലും സംസ്ഥാനത്തൊട്ടാകെ മഴയാണ്. ഏതായാലും ഒരു 2-3 ദിവസത്തെ മഴയ്ക്ക് ശേഷം നമ്മുടെ സീമേനി വായിൽ ഇതാ വെള്ളമൊക്കെ നിറഞ്ഞിരിക്കുകയാണ്, വെള്ളം വന്നിരിക്കുകയാണ്. റോഡിലൊക്കെ വെള്ളമായി. സാധാരണ നമ്മൾ ജൂണിലൊക്കെ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ മഴ കിട്ടിയതിന് ശേഷമാണ് ഇതൊക്കെ വെള്ളമൊക്കെ നിറയുന്ന അവസ്ഥ കാണുന്നത്. എന്നാൽ നിർത്താതെ പോകുന്ന മഴ കൊണ്ട് അത്രയും പെട്ടെന്ന് വെള്ളമൊക്കെ നിറഞ്ഞിരിക്കുകയാണ്, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഒരുപാട് നാശനഷ്ടങ്ങൾ നാട്ടിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റോഡ് ഇടിയലും അതുപോലെ തന്നെ മരം പൊട്ടി വീഴലും അങ്ങനെയൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് റെഡ് അലേർട്ട് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുറത്തിറങ്ങുമ്പോൾ മാക്സിമം ശ്രദ്ധിച്ച് തന്നെ പുറത്തിറങ്ങുക. ഇന്നലെ എനിക്കും ചെറിയൊരു പ്രശ്നമുണ്ടായി. വണ്ടിയെടുത്ത് പോകുന്ന സമയത്ത് വണ്ടിയുടെ മുകളിൽ ഒരു പ്ലാവിൻ്റെ വലിയൊരു മരക്കൊമ്പ് വീണിട്ട് വണ്ടിക്ക് ഡാമേജൊക്കെ ആയി. ഇതാണ് സംഭവം. അപ്പോൾ എന്തോ ഒരു ചെറിയൊരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടാണ്. ചില്ലിൻ്റെ മുകളിലേക്ക് കുത്തനെ വീണിട്ടുണ്ടെങ്കിൽ വലിയൊരു പ്രശ്നം നടക്കാനിരുന്നതായിരുന്നു. അപ്പോൾ ബോണറ്റിൻ്റെ മുകളിലായിരുന്നു വീണത്. അപ്പോൾ ഒന്നും സംഭവിച്ചില്ല ഭാഗ്യം കൊണ്ട്. കാറിന് ചെറിയൊരു പ്രശ്നം വന്നതല്ലാതെ. ഓക്കെ, അതുകൊണ്ട് നമ്മളെ കയ്യിലല്ല. മാക്സിമം കാറ്റ് മഴയൊക്കെ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും സൈഡിലൊക്കെ വീടുകളിലൊക്കെ കയറിയിരുന്ന് സേഫാവാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം എപ്പോൾ എങ്ങനെ വരുമെന്ന് ഒന്നും പറയാൻ പറ്റില്ല ഈ പ്രശ്നങ്ങൾ. പത്രത്തിലുള്ള കാറ്റ് മഴയാണ് വരുന്നത്, എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഒരുപാട് വെള്ളമൊക്കെ കയറിയിട്ടുണ്ട്. ഇനി വെള്ളപ്പൊക്കം വരാനുള്ള ചാൻസ് ഉണ്ടാവുമോ എന്നൊക്കെ തോന്നുന്നു. ഇങ്ങനെയൊക്കെ കണ്ടിന്യൂ ആയിട്ട് മഴ പെയ്യുകയാണെങ്കിൽ സേഫായിട്ടിരിക്കുക. കാറ്റും മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പുറത്തിറങ്ങാതെ, ഒരു സമയമൊക്കെ നല്ല കാലാവസ്ഥ അല്ലെങ്കിൽ കാറ്റും മഴയൊക്കെ ഇല്ലാത്ത സമയങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങി ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് നോക്കുക. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഓക്കെ.